كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. روضه الشريف بعرف شديد من صلاة وتسليم. اللهم صل وسلم وبارك عليه. ചെല്ലുന്ന സമയത്ത് ദഫ് മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഇതിൽ പങ്കെടുത്ത് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ചെല്ലുമ്പോൾ സ്വാഭാവികമാണ് ശാരീരികമായ ഒരു ചലനം. ഇതെന്തിനു പറയുന്നു എന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു അഭിപ്രായം ബാക്കി നിൽക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ദൂരെ നിന്ന് ഇതാസ്വദിക്കുന്നവർ അടുത്തു വരാൻ. ഒരൊറ്റ ഉദാഹരണം പറയട്ടെ. പ്രസംഗിക്കുന്ന ഞാൻ തൽക്കാലത്തേക്ക് മൈക്ക് ഓഫ് ചെയ്തു. എൻ്റെ സംസാരം ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. ദൂരെ നിന്ന് സദസ്സ് വീക്ഷിക്കുന്ന വ്യക്തി ആദ്യമൊക്കെ കരുതി ഒരിക്കലും അങ്ങനെ പാടില്ല, ഒരുപാട് കാലമായി നാം അത് ചെയ്യുന്നു. ഇങ്ങനെ ഓരോ ആക്ഷനിലൂടെ ഞാൻ ഓരോ കാര്യവും അവതരിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ വീക്ഷിച്ച സമയത്ത് അവനൊരു പ്രശ്നമില്ല. മൈക്കുമായി ഇതെന്തിനു പറയുന്നു? കേവലം ഒരു ആക്ഷൻ മാത്രം ബാക്കി നിന്നു. എന്താണ് സംഭവിച്ചത്? ദൂരെ നിന്ന് വീക്ഷിച്ചവൻ ആദ്യം അവിടെ പങ്കെടുത്തൊരു വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും, ആക്ഷനാണെന്ന് കരുതണ്ട, ഒരു മിമിക്രിയോ അതല്ലെങ്കിൽ ഒരു നാടകമോ നടക്കുകയല്ല, മറിച്ച് മുന്നിലിരിക്കുന്ന സമൂഹത്തെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുകയാണ് എന്ന് ആ കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതിന് സദസ്സിൽ നിന്ന് ഒരു ശബ്ദവും കേൾക്കാൻ അവന് സമയമില്ല. അവൻ വളരെ ദൂരെയാണ്. സദസ്സ് വീക്ഷിക്കുന്നത് ഒരുപാട് അകലെ നിന്നാണ്. എത്തി നോക്കി ഇങ്ങനെ ചിരിച്ച് അവന്റെ സമയം കളഞ്ഞു. അവനൊന്നും മനസ്സിലാകുന്നില്ല, അവന്റെ സംശയം തീരുന്നില്ല. ഒരുപാട് ആളുകൾ ആടുന്നു, ഒരുപാട് ശൈലികൾ കാണുന്നു. ഇതിന്റെ പിന്നിൽ എന്താണെന്ന് അവൻ അറിയുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അവൻ അടുത്തിട്ടില്ല. അവൻ അടുക്കുമായിരുന്നെങ്കിൽ ആ ദൂരെ നിൽക്കുന്നവൻ എന്താണ് ഈ ആക്ഷൻ, എത്ര നേരായി ഇയാൾ ചാടി കളിക്കുന്നത്, അടുത്ത് ചെല്ലുമ്പോൾ കേൾക്കാം ഒരിക്കലും ശരിയല്ല, ഒരുപാട് കാലമായി നാം ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടുപോകുന്നു, നിർത്തിവെക്കണം. അത് പ്രശ്നമല്ല, നിർത്തിവെക്കണം എന്ന് കേട്ടത് പ്രശ്നമല്ല, മറിച്ച് ഇത് ഞാൻ ചിന്തിക്കാൻ വേണ്ടി മാത്രം ഒരു ഉദാഹരണം പറയുക. നിർത്തിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്താൽ പ്രശ്നമല്ല, ഇങ്ങനെ ആക്കിയാൽ മോശമായി പോയി എന്ന് നമ്മൾ പറയുമെന്ന് മാത്രമല്ല, മെല്ലെ താങ്ങിയെടുത്ത് എത്തേണ്ടിടത്തേക്ക് എത്തിക്കും. കാരണം എന്താണ്? അത് വീക്ഷിച്ചത് ശബ്ദം കേട്ടുകൊണ്ടായിരുന്നുവെങ്കിൽ, എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു അവനെ കണ്ടതെങ്കിൽ ഈ കാഴ്ചക്ക് സംശയം വരില്ലായിരുന്നു. അതുകൊണ്ട് ഇത്തരം ആസ്വാദന സദസ്സിൽ സംശയമുള്ളവർ, ഇത്തരം ആസ്വാദകർക്ക് എന്ത് പറ്റിയെന്ന് ചിന്തിക്കുന്നവർ ഒരു മറുപടിയെ ഉൾക്കൊള്ളൂ. അടുക്കുക, അറിയുക എന്തുകൊണ്ടാണ് ഇവരങ്ങും ഇങ്ങും ചായുന്നത്. നസീമുൽ വസ്ലി ഹബ്ബ അലൻ നദാമാ ഫഅസ്കറഹും വമാ ശരിബു മുദാമാ ഫമാലത് അൻഹുമുൽ അഅനാഖു മൈലാ لأن قلوبهم ملئت غراما. അവരങ്ങും ചായാൻ തുടങ്ങി. മഹാന്മാർ പറയുന്നത് കണ്ടോ? നസീമുൽ വസിലി ഹബ്ബ അലൻ നദാമ ഫഅസ്കറഹും വമാ ശരിബു മുദാമ. ദൂരെ നിൽക്കുന്നവൻ തെറ്റിദ്ധരിച്ചു, കണ്ടുപിടിച്ചു എന്ന്
അവൻ കള്ളു കുടിച്ചിട്ടില്ല, അവൻ ആടുന്നുണ്ട്, പക്ഷേ കള്ളു കുടിച്ചിട്ടില്ല. അവരുടെ പെരടികൾ ആടിക്കൊണ്ടിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? അവരുടെ മനസ്സ് പ്രേമത്താൽ മുഖരിതമാണ്. അവരുടെ മനസ്സിലൊരു സംഭവമുണ്ട്, അവര് ആരെയോ സ്നേഹിക്കുന്നുണ്ട്. മനസ്സിൽ സ്നേഹമേറ്റി നടക്കുന്ന ഒരു സ്നേഹിതൻ ഒരു പക്ഷേ ആ സ്നേഹിതനെ സംബന്ധിച്ച് പാടുമ്പോൾ സ്വാഭാവികമായി സ്വഹാബത്തിനെ കുറിച്ച് ഹദീസ് പറഞ്ഞില്ലേ, മരങ്ങൾ ചായുന്നത് പോലെ അവർ ചായാറുണ്ടായിരുന്നു. അങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കും, അത് സ്വാഭാവികമാണ്. ഒരു സമയം പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട്, നിങ്ങളിങ്ങനെ കുറേ തലപ്പാവ് കാര്യങ്ങൾ കയറി, നിങ്ങൾ കുറച്ച് ദഫും കൈ പിടിച്ച്, ശൈലി സ്വാഭാവികമല്ലേ, എന്താണ് ഇതൊക്കെ? കാലം അത്രയും മതപ്പതിച്ചത് കൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഞാൻ വളരെ രസകരമായി അവനോട് ചോദിച്ചത്, ഒരു തെളിവുമില്ല, എന്തായി ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടുകാരൻ്റെ കൈ ഞാൻ മാന്യമായി പിടിച്ചിട്ട് പറഞ്ഞു, പ്ലീസ് നിനക്ക് ചോദിക്കാനുള്ള ഒക്കെ ചോദിക്കണം, സ്വസ്ഥമായി ചോദിച്ചോളൂ, പക്ഷേ ഈ കൈയും കാലം വെക്കരുത്. നാവ് കൊണ്ട് സംസാരശേഷിയുള്ള നിനക്ക് ചോദിക്കാൻ എല്ലാ കഴിവുമുണ്ട്, ഒരു കുഴപ്പമില്ല, നാവേ ചലിക്കൂ. പിന്നെ എന്തിനാണ് തെളിവുണ്ടോ ചോദിക്കുന്നത്? ഞാൻ കൈ പിടിച്ച് വെച്ചിട്ട് പറഞ്ഞു, നിനക്ക് തെളിവ് ചോദിക്കാം, മാന്യമായി എന്ന് ചോദിച്ചാൽ പറയും. അപ്പോൾ കൈ വിടിങ്ങൾ സ്വാഭാവികമല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ സംസാരിക്കേ, ഞാൻ നാവ് പിടിച്ചിട്ടില്ലല്ലോ, ചിന്തിച്ചു നോക്കൂ, ബുദ്ധിയല്ലേ ഞാൻ പറയുന്നത്, ഇതല്ലേ ബുദ്ധി? സംസാരിക്കുന്നവന്റെ നാവ് പിടിച്ചു വെച്ചാൽ അത് അക്രമമാണ്, ചെയ്യരുത്. നാവ് പിടിച്ചു വെച്ചിട്ട് മുണ്ടടം എന്ന് പറയുന്നത് അത് ശരിയല്ല. അപ്പൊ നാവ് പിടിച്ചു വെച്ചിട്ടില്ല, അപ്പൊ പിന്നെ അത് മാന്യതയാണ്. അല്ല, അതും മാന്യതയല്ല പോലും. നാവ് കൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിച്ചൊരു വ്യക്തി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു വെച്ചത് മാന്യതയല്ല. ഇതെന്ത് ബുദ്ധിയാണ് പോലും? അത് മാന്യതയല്ല. നമ്മൾ അവരോടൊപ്പമാണ്, ആരും അതിനെ എതിർക്കുന്നില്ല. ബുദ്ധിപരമായി ചിന്തിച്ച് പെട്ടെന്ന് ഒക്കെ ശരി തന്നെയാണ്, പക്ഷെ കയ്യെ വിടി മൂല്യാലേ, കയ്യെ വിട്ടിട്ടുള്ള പണി മതി. കണ്ടകള് ചില കളി നടക്കുന്ന സമയത്ത് പുറംകളി എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഉള്ള കളി ഇങ്ങനെ നമുക്കറിയാലോ, കളി ഇങ്ങനെ ജോറ് കൂടി നടക്കുമ്പോൾ ഒരു സിക്സ് അടിക്കായിരിക്കും ഉദാഹരണത്തിന്, അല്ലെങ്കിൽ ഒരു ഗോൾ അടിക്കുന്ന സമയം ബാക്കിൽ നിൽക്കുന്ന ആളുകൾ ഇൻട്രസ്റ്റ് കൂടി ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഇയാളല്ല കളിക്കുന്നത് അവരാണ്. പക്ഷെ തൊട്ടടുക്കുന്ന ആളെ മറന്നിട്ട് ചിലപ്പോൾ ഇവിടെ ഭയങ്കര അടി നടക്കും. അവിടെ ഗോൾ അടിക്കുമ്പോൾ ഇവിടെ അടി നടക്കുന്നത് എന്തിനാണെന്നറിയോ നിങ്ങൾ? ഗോൾ അടിച്ചപ്പോൾ ഇവനും അറിയാതെ അടിച്ച് ഒറ്റടിയാണ്. അപ്പം തൊട്ട് മുമ്പുള്ളവരുടെ പെരടിക്കായിരുന്നു. അവൻ തിരിഞ്ഞ് ചോദിച്ചു, എന്താ ചെയ്യുന്നത്? ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത് അറിഞ്ഞിട്ടില്ല, എൻ്റെ മേത്ത് ചവിട്ടിയിട്ട്. സത്യമാണ് അവൻ പറഞ്ഞത്, അവൻ അറിഞ്ഞിട്ടില്ല. ഞാൻ എന്തിനു പറയുന്നു? ചില എന്തെങ്കിലും മനസ്സിലാക്കുന്നത് എന്ന് ചോദിക്കുന്നവർ മനസ്സിലാകാത്ത പലതും പറയുന്നുണ്ട്, അതവരറിയുന്നില്ല. ആ സുഹൃത്തിന്റെ വാക്ക് ആത്മാർത്ഥമാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല സുഹൃത്തെ, പ്ലീസ് എൻ്റെ പെരടിക്ക് ഇത്ര ചവിട്ടിയിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് തിരിച്ചില്ല. എല്ലാ ഫൈറ്റിലായിരിക്കും രണ്ടുപേരും സജീവമായിട്ട്. അവിടെ ഗോളടി നടക്കാതിരിക്കട്ടെ, ഇവിടെ നടക്കണ്ടേ നടക്കും. എന്താണ് ഇവിടെ സംഭവിച്ചത്? അവിടെ നടന്നത് മനസ്സിലിങ്ങനെ അതാണ് സംഭവം. അതിൻ്റെ അടിച്ച വൈകി കാലറിയാതെ തെറിച്ചു. എന്തിനാണ് ഈ അവയവം തെറിച്ചത്? നിക്കടവിടെ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്തിനാണ് നിക്കടവിടെ പറഞ്ഞാൽ മതിയല്ലോ. ചൂടാകുന്ന സമയത്ത് കാണിച്ചരാം എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ കാണിച്ചരാന്ന് പറയാറ്. ഇത് പോരെ, അതൊക്കെ ചെറിയതല്ലേ, അതുകൊണ്ടാണ് അതിനാൽ വലുതല്ലേ കാണിച്ചരാം. അല്ല, നമ്മൾ അങ്ങനെയല്ല പറയാറ്. അല്ല, ചർച്ച ഇങ്ങനെ ചെയ്യുമ്പോൾ ബുദ്ധി കൊണ്ട് ഒക്കെ പോയി നോക്കുമ്പോഴും ഇങ്ങനെ ഒന്നല്ല. എന്താണത് സംഭവം? അത്തഹിയാത്തിൽ നമ്മൾ ഈ വിരലാണല്ലോ ഉയർത്താറുള്ളത്. ഒരു കാര്യം നാം മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ഈ വിരലാണ് നമ്മൾ ചൂണ്ടാകുന്നത്. സ്വാഭാവികമാണ്. ആ വിശദമായി ഞാൻ കിടക്കുകയല്ല, സൂചിപ്പിക്കുകയാണ്.
മനസ്സുമായി ഈ അവയവങ്ങളൊക്കെ ബന്ധിച്ചിട്ടുണ്ട്. അപ്പോ ദൂരെ നിന്ന് ശബ്ദം നഷ്ടപ്പെട്ട, ശബ്ദം കേൾക്കാൻ കഴിയാത്തിടത്ത് നിന്ന് ഒരു പ്രസംഗകനെ വീക്ഷിച്ചവൻ തെറ്റിദ്ധരിച്ചത് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുന്നതിന്റെ കാരണം എന്താണ്? ആക്ഷന്റെ കൂടെ പ്രസംഗവും കൂടി കേൾക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ്. ഇങ്ങനെ കാണിക്കുന്നതിനോട് കൂടെ പ്രസംഗം നിങ്ങൾ കേട്ടു, അത് ഡൗട്ടില്ല, സംശയമില്ല. ഒരുപാട് ആളുകളുടെ സംശയം നീങ്ങിപ്പോയി. അപ്പുറത്ത് നിൽക്കുന്ന ആരുടെ സംശയവും നീങ്ങുന്നില്ല. അവരോട് പറഞ്ഞു നോക്കി, നീ ഒറ്റ നീ കേൾക്കണില്ല എന്ന് വെച്ചിട്ട് അയാൾ ഇങ്ങനെ ഡാൻസ് കളിക്കാന്ന് വെച്ച് പറയല്ലേ. അയാളെ മുമ്പിലൊരു വിഭാഗല്ലേ, അവര് കേൾക്കുന്ന ശബ്ദത്തിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ടാവും. കാണാൻ കഴിയുന്നിടത്തേക്ക് ശബ്ദം വ്യക്തമായി എത്തിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നീ ഒന്നും ഇല്ലാതിരിക്കുന്നു പറഞ്ഞാൽ സമ്മതിക്കൂല. മൂപ്പരെ കാട്ടു നോക്കിങ്ങള് സ്റ്റേജ് കുത്തിർന്നിട്ട് ഇക്കണ്ട ആൾക്കാരെ മുമ്പിൽ ഇങ്ങനെ കാട്ടു നോക്കി വിടൂല, ഞാൻ മൂപ്പരെ വിടൂല എന്ന് പറഞ്ഞാൽ ആ കൂട്ടുകാരനോട് നമുക്ക് പറയാനുള്ളൊരു വാക്കുണ്ട്, ദ്വാരക്കണം നമ്മളെ കാര്യത്തിൽ എന്ന് പറഞ്ഞു അവനോട് പിന്തിരിഞ്ഞ് നമുക്ക് പോരുക. എത്ര പറയാനുണ്ട് നമുക്ക്, എന്തൊക്കെ ചൊല്ലാനുണ്ട്, എത്ര കാര്യങ്ങൾ നോക്കാനുണ്ട്. ഈ ഒരു ആക്ഷന്റെ കാര്യത്തിൽ ചർച്ച ചെയ്യുന്നിടത്ത് പോയി സമയം കളയാൻ നമ്മൾ ആളാണോ? അല്ല. എത്ര വ്യക്തമാണ് പകൽ വെളിച്ചം പോലെ ഇത്. ഇതാണ് യഥാർത്ഥത്തിൽ സ്നേഹമുള്ള ഒരു മനസ്സ്, അത് പ്രവർത്തിക്കുന്ന പ്രവർത്തനം. ആ സ്നേഹമില്ലാത്ത ഒരു മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. പറഞ്ഞു കൊടുത്താലും സമ്മതിക്കില്ല. ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞു, ഞാൻ ചവിട്ടിയിട്ടില്ല എന്ന്. ആ പെരട്ടിക്ക് ചവിട്ടിയാൻ പറഞ്ഞില്ല, സമ്മതിച്ചോ മറ്റോ? ഇല്ല. എന്ത് പറഞ്ഞിട്ട് കാര്യത്തിന്റെ പെരടി വേനാണെന്ന് പറഞ്ഞു. എന്താണ് സംഭവിച്ചത്? അതിലൊരു സത്യം നമ്മളൊക്കെ സമ്മതിച്ചു. ഒരു ആത്മാർത്ഥത അവിടെ ഉണ്ട്, രണ്ട് കൂട്ടർ ആത്മാർത്ഥത. പക്ഷെ ഒരു വ്യക്തി ആത്മാർത്ഥമായി ഫുട്ബോളിൽ പങ്കെടുത്തില്ലെങ്കിൽ ഓർക്ക് വിഷയം തിരിഞ്ഞതിന് സംഭവം ഇങ്ങനെയാണ്. ഇവനക്കൊന്നും തിരിഞ്ഞില്ല, ഓൻ പോയി ഇങ്ങനെ നിൽക്കുക, എന്തൊക്കെയോ നടക്കുക, ഒന്നും എനിക്ക് തിരിഞ്ഞിട്ടില്ല. അതാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് വിഷയത്തിലേക്ക് ഇറങ്ങിയവർ, കാര്യം ഗ്രഹിച്ചവർ, വിഷയം മനസ്സിലാക്കിയവർ, പ്രവർത്തിക്കുകയും പാടുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന സദസ്സിനെ കൊഞ്ഞലം കാട്ടി ചിരിക്കുന്നവർ, ഇതെന്തെന്നറിയാത്തവരാണ്. മാത്രമേ ഏറ്റവും വലിയ മറുപടി പറയാനുള്ളൂ. ഇതിനപ്പുറം ഒരു മറുപടിയില്ല. ഇതായിരിക്കും ഒരു കാമുകന് കാമുകിയുമായി സംസാരിക്കുന്ന സമയത്ത് ഒച്ച വെക്കുന്നവനോട് പറയാനുള്ളത്, നീ അറിയാത്തതിന് ഞാൻ എന്ത് വേണം? അമുറു അലാ ജിദാരി ദിയാരി ലൈല ഉഖബ്ബിലു ദൽ ജിദാറ വദൽ ജിദാറ വമാ ഹുബ്ബു ദിയാരി ശഗഫന ഖൽബി വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ. ലൈലയെ പ്രേമിച്ച് സഹികെട്ട കൂട്ടുകാരൻ വീടിന്റെ പരിസരത്തിലൂടെ ഓടി നടക്കാൻ തുടങ്ങി. എന്നിട്ട് പാടുകയാണ്, അമുറു അലാ ജിദാരി ദിയാരി ലൈല ഉഖബ്ബിലു ദൽ ജിദാറ വദൽ ജിദാറ. ലൈലന്റെ വീടിന്റെ ചുറ്റും ഞാൻ അങ്ങനെ ഓടുക. എന്നിട്ട് ചുമര് ഇങ്ങനെ, എന്താണ് ഞാൻ ഈ ചെയ്യുന്നത്? വമാ ഹുബ്ബു ദിയാരി ശഗഫന ഖൽബി വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ. ഈ ചുമരിനെ അല്ലല്ലോ ഞാൻ സ്നേഹിച്ചത്, അപ്പുറത്തിന്റെ ചുമര്. എന്തുകൊണ്ട് ഈ ചുമരിനെ തന്നെ ചുംബിച്ചു? അപ്പുറത്ത് ഇതിലും ഭംഗിയുള്ള ചുമരുണ്ടായിരിക്കെ എന്തിന് ചുമരിനെ ചുംബിച്ചു? വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ. വീടിന്റെ ഉള്ളിൽ ഉള്ളവളെ ഞാൻ സ്നേഹിച്ചപ്പോ അവളുമായി ബന്ധപ്പെട്ടതിനോടൊക്കെ എനിക്ക് സ്നേഹമുണ്ടായി. ഇത് പാടിയത് ഒരു പെണ്ണിനെ പ്രേമിച്ച് വലിയ സാഹിത്യകാരനായി അറബിയിൽ നിമിഷക്കവിയായിരുന്ന ഇംബ്രുഖീസ് ഇത് പാടിയെങ്കിൽ അതിലുള്ളൊരു തത്വം നാം പിടിക്കണം. സ്വഹാബത്തെ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഡ്രസ്സ് എടുത്ത് മാറ്റിവെക്കുകയാണ്. മഹദിമാർ പറയുന്നു, ഈ ഡ്രസ്സ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഡ്രസ്സ് മാറ്റിവെച്ച ഡ്രസ്സ് എന്തിനാണ്? വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കുട്ടികൾക്ക് വല്ല അസുഖം ഉണ്ടാകുമ്പോൾ പരത്തി കൊടുക്കാൻ, എന്നിട്ട് അവർ അസുഖം മാറ്റാൻ. സ്വഹാബത്ത് പറയുകയാണ്. ഇമാം മുസ്ലിം